ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ പാപമോക്ഷത്തിനായുള്ള പുണ്യതീർത്ഥമായി കാണുന്നത് പാണ്ടിത്താവളത്തിനടുത്തെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തെയാണ്. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധിയിലെത്തി എന്നാണ് വിശ്വാസം. കാടിന് നടുവിൽ ഒരു സ്നാനഘട്ടമുണ്ട്. സന്നിധാനത്തെത്തുന്ന ഓരോ തീർത്ഥാടകരും ഇവിടെ വരാതെ മടങ്ങാറില്ല. കാട്ടാനയും പുലിയും കാട്ടുപന്നികളും വന്യമൃഗങ്ങളും ഒക്കെയുള്ള ആ കാടിന് നടുവിലെ കാഴ്ച എന്താണെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ ആകാംക്ഷ ഉണ്ടാകും അല്ലേ? വാ കാണിച്ചു. പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ ഉരക്കുഴിയിൽ മുങ്ങിയതിനു ശേഷമാണ് ദർശനം നടത്തുന്നത്. പമ്പയിൽ നിന്നും വരുന്ന ഭക്തർ അയ്യപ്പ ദർശന ശേഷം ഇവിടെ മുങ്ങിക്കുളിച്ചാണ് മലയിറങ്ങുന്നത്. ഇവിടെ എല്ലാ വർഷവും കുളിക്കാറുണ്ട്. ഒരാൾ കുഴിയിൽ ഇവിടെ കുളിക്കുമ്പോൾ പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. പമ്പാ നദിയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന് കീഴിയാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം സ്ഥിരമായി പതിച്ച പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽക്കുഴി ലോപിച്ച് ഉരക്കുഴിയായെന്നുമാണ് വിശ്വാസം. സ്വാമി കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു കുഴിയുണ്ട്, ഇങ്ങനെ ഇറങ്ങി മുങ്ങാൻ പറ്റും. ഒരേ സമയം ഒരാൾക്ക് മാത്രമാണ് ഇവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. ഉരക്കുഴി കാണാനും കുളിക്കാനുമായി ഒട്ടേറെ തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്തുന്നത്. ശരത്ലാലിനൊപ്പം അജി കുഞ്ഞുമോൻ, മീഡിയ 1.